എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളങ്കടിയും കുഴിനകവും ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്സാണ് നമ്മൾ ഇന്ന് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈലാഞ്ചി ഇല, ഫ്രഷ് മൈലാഞ്ചി ഇല കിട്ടുകയാണെങ്കിൽ അതുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ വേപ്പിലയും കൂടെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ കുറച്ച് വേപ്പിലയും കുറച്ച് മൈലാഞ്ചി ഇലയും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വളങ്കടിയൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്താണ്. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ വെള്ളത്തിലൊക്കെ ചവിട്ടിയിട്ടൊക്കെ പോയിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കാലിൽ ചൊറിച്ചിലോ ചൊറിഞ്ഞ് പൊട്ടുകയോ പിന്നെ കുഴിനകം ഉള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വേപ്പിലയും നമ്മുടെ മൈലാഞ്ചി ഇലയും കൂടെ വൃത്തിയാക്കിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് ആക്കാം. അപ്പോൾ നമ്മുടെ ഈ പാക്ക് നമ്മുടെ കാലിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കാൽ ആദ്യം വൃത്തിയാക്കണം കേട്ടോ. കാരണം നല്ലോണം അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു ഇളം ചൂടുവെള്ളത്തിൽ നമ്മുടെ കാലെല്ലാം കഴുകി തുടച്ചതിന് ശേഷം വേണം ഈ പാക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ എൻ്റെ കാലിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളങ്കടി ഇല്ല കേട്ടോ, കുഴിനകമുണ്ട്. അപ്പോൾ ഈ വളങ്കടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലിൻ്റെ വിരലിൻ്റെ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ തുടങ്ങിയിട്ടുണ്ടല്ലോ, മഴയത്തൂടെയൊക്കെ നമ്മൾ പോയിട്ട് അഴുക്ക് വെള്ളത്തിലൊക്കെ ചവിട്ടിയിട്ടൊക്കെ വരും. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ കാലിൻ്റെ വിരലിൻ്റെ ഭാഗത്തൊക്കെ ഈ വളങ്കടിയൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കാലിൽ നമ്മുടെ ഈ പാക്ക് ഇടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് കുഴിനകമുണ്ട്. അപ്പോൾ ഞാൻ ആ കുഴിനകം ഉള്ളിടത്തെല്ലാം ആ പാക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വളങ്കടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കാലിൻ്റെ വിരലിൻ്റെ ഭാഗത്താണ്, അവിടെയെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ കാലിൻ്റെ പാദത്തിലൊക്കെ അങ്ങോട്ട് ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കാലിൻ്റെ വിരലിൻ്റെ അടുത്തൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഈ വളങ്കടിയൊക്കെ വരുന്നത്. അവിടെ മാത്രം ഇട്ട് കൊടുക്കണം എന്നുള്ളതല്ല, എല്ലായിടവും ഇട്ടാലും കുഴപ്പമില്ല. നമുക്ക് ആ കാൽപാദമൊക്കെ നമ്മുടെ വെള്ളത്തിലൊക്കെ മുട്ടുന്നതല്ലേ, അപ്പം അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും. ഇങ്ങനെ ഡെയിലി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് കാല് നന്നായിട്ട് വാഷ് ചെയ്താൽ മതി. അതുപോലെ ഇത് കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുക. കാരണം നമ്മൾ മുമ്പേ ചെയ്തിട്ട് പിന്നെ നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്നതിനകത്ത് പ്രയോജനമില്ലല്ലോ. അപ്പോൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഡെയിലി ഒന്ന് ചെയ്ത് കൊടുക്കുക. വളങ്കടിയും കുഴിനകവും ഒക്കെ മാറും. നമ്മൾ പണ്ട് കാലത്തൊക്കെ നമുക്ക് കുഴിനകം ഉള്ളപ്പോൾ നമ്മൾ മൈലാഞ്ചി ഇല അരച്ചിടുമായിരുന്നു. ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ കുഴിനകമൊക്കെ മാറും. പിന്നെ ഈ വേപ്പില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങളാണ്. വേപ്പിൻ്റെ ഇലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഖക്കുരു വരുന്നവർക്ക് വേപ്പിലയും മഞ്ഞളും കൂടെ അരച്ച് നമ്മൾ ഫേസിലിട്ട് കഴിഞ്ഞാൽ മുഖക്കുരു മാറി കിട്ടും. പിന്നെ വേപ്പിലയും കൊണ്ട് നമ്മുടെ താരൻ ഒരുപാടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം മുമ്പേ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ വെള്ളം എടുത്ത് നമ്മുടെ തല കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ താരൻ കുറേ പോകും. അപ്പോൾ നമ്മുടെ വേപ്പിലയും മൈലാഞ്ചി ഇലയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പം ഞാൻ ആ പാക്ക് കാലിലിട്ട് കൊടുത്തതിന് ശേഷം ഇതാ കാലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കാലെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം കയ്യിൽ വല്ല വാസ്ലീൻ ഇരിപ്പുണ്ടെങ്കിൽ അത് കുറച്ച് കാലിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രണ്ട്സ് ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ വളങ്കടിയോ കുഴിനകമോ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.